ഇപ്പോൾ വരുന്നൊരു വാർത്ത. നടി ഹണി റോസിനെതിരായ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച ബോബി ചെമ്മണ്ണൂർ. ആരെയും മനഃപൂർവ്വം അവഹേളിക്കാറില്ല എന്നും പരാമർശത്തിൽ ബുദ്ധിമുട്ട് തോന്നിയെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. സമൂഹമാധ്യമങ്ങളിലൂടെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ഖേദപ്രകടനം. ലാൽ കൃഷ്ണനാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ലാൽ, ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയിട്ട് നാളേറെയായി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിലൊരു ഖേദപ്രകടനം നടത്താനിടയായ സാഹചര്യം എന്താണ്? കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഖേദപ്രകടനത്തിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. 2024 ഓഗസ്റ്റിലാണ് കണ്ണൂരിലുള്ള ഒരു സ്വർണ്ണക്കടയുടെ ഉദ്ഘാടന വേളയിൽ ഹണി റോസിനെ കുറിച്ച് ബോഡി ഷെയ്മിംഗ് എന്ന് തന്നെ നമുക്ക് പറയാം, അത്തരത്തിലൊരു പരാമർശം ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. തൊട്ടു പിന്നാലെ ആ സമയത്ത് ആ പ്രശ്നങ്ങൾ അലങ്കോലമാക്കണ്ട എന്ന് വിചാരിച്ച് ഹണി റോസ് ആ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീടുണ്ടായിരുന്ന തുടർച്ചയായ ഉദ്ഘാടന പരിപാടികളിൽ ഹണി റോസ് വിട്ടുനിൽക്കുകയും ചെയ്തു. അതിൽ പ്രകോപിതനായ ബോബി ചെമ്മണ്ണൂർ സമൂഹ മാധ്യമങ്ങളിലൂടും ഓൺലൈൻ ഇൻ്റർവ്യൂകളിലെല്ലാം ആ പരാമർശം ആവർത്തിക്കുകയും അത് പലയിടത്തും എടുത്തു പറയുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ 2025 ജനുവരിയോടുകൂടി ഹണി റോസ് ഒരു കേസ് എറണാകുളം പോലീസിൽ കൈമാറുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വയനാട്ടിലെ റിസോർട്ടിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. നിലവിൽ അദ്ദേഹം ഹൈക്കോടതിയുടെ ജാമ്യത്തിൻ്റെ പുറത്താണ് ഈ പുറത്തിറങ്ങി നടക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കേസ് തുടർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇപ്പോൾ ഒരു മാപ്പപേക്ഷയുമായിട്ട് ബോബി ചെമ്മണ്ണൂർ രംഗത്തെത്തിയിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലാണ് അദ്ദേഹത്തിൻ്റെ മാപ്പപേക്ഷയുള്ളത്. താൻ മനഃപൂർവ്വം ആരെയും ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ ശ്രമിക്കാറില്ല. ചില തമാശയ്ക്ക് വേണ്ടി പല കാര്യങ്ങൾ പറയാറുണ്ട്. അത് തമാശയായി തന്നെ എടുക്കും എന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത് എല്ലാ കാലത്തും. പക്ഷേ അത് ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രധാനമായിട്ടും ഹണി റോസിന് ഞാൻ പറഞ്ഞ കാര്യം, ഹണി റോസിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഉണ്ടായ വിഷമത്തിൽ ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയാണ്. എൻ്റെ ഈ ഖേദപ്രകടനം അംഗീകരിച്ചുകൊണ്ട് നിലവിലുള്ള നിയമ നടപടികൾ അവസാനിപ്പിക്കണമെന്നും ആണ് അദ്ദേഹത്തിൻ്റെ അപേക്ഷയിലുള്ളത്. ഇതിൽ ഇനി നിർണായകമായ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഹണി റോസ് തന്നെയാണ്. എന്താണെങ്കിലും 1.5 വർഷത്തിന് ശേഷമാണ് താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തനിക്ക് തന്നെ തിരിച്ചടിയാകുന്നുണ്ട് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബോബി ചെമ്മണ്ണൂർ മാപ്പപേക്ഷയുമായി എത്തിയിരിക്കുന്നത്. ശരി, ലാൽ കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. നടി ഹണി റോസിനെതിരായ പരാമർശത്തിലാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.